ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റിനെ കുറിച്ചിട്ടാണ്. അതായത് പലർക്കും അറിയാവുന്ന പലർക്കും അറിയാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്. എല്ലാ ഫ്ലൈറ്റിലും തന്നെ അതിൻ്റെ വിങ്സ്, അതിൻ്റെ ചിറകിലാണ് അതിൻ്റെ ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് അതിൻ്റെ വിങ്സിൽ ഫ്യൂവൽസ് സ്റ്റോർ ചെയ്യുന്നത്, എന്തുകൊണ്ട് മറ്റ് ഭാഗങ്ങളിലൊന്നും തന്നെ സ്റ്റോർ ചെയ്യുന്നില്ല എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിമാനങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ വിങ്സിലാണ് ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം നിങ്ങളെല്ലാവരും ഗസ് ചെയ്ത പോലെ തന്നെ വെയിറ്റ് ആൻഡ് ബാലൻസിങ്. നമുക്കെല്ലാവർക്കും അറിയാം, ഗ്രാവിറ്റി എന്നൊരു സാധനം ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ഈ ഭൂമി ഏതൊരു വസ്തുവെയും പുള്ള് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തെയും ഭൂമി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, പുള്ള് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിങ്ങിൻ്റെ ഒരു പവർ കുറക്കാനും ഈ ഒരു വിങ്സിൽ ഈ പെട്രോൾ സേവ് ചെയ്യുന്നതിന് കാരണമാവുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വസ്തു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റി ആയിരിക്കും ഏറ്റവും ഉപയോഗം. അതായത് നമ്മളൊരു സാധനത്തെ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കും, അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിങ്ങൾ പെട്രോൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഈ പെട്രോൾ കുറയുന്നതിനനുസരിച്ചിട്ട് ഈ സെൻട്രൽ പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ടിൽ അത് സ്റ്റോർ ചെയ്യുകയാണെങ്കിലും ഇതേ ഒരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് വിങ്സിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്ന ഒരു റീസൺ, രണ്ട് സൈഡിലും തുല്യമായിട്ട് വെച്ചതിന് ശേഷം രണ്ട് സൈഡിലും ഈക്വലായിട്ട് ഈ ഫ്യൂവൽ യൂസ് ചെയ്തൂടെ, അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് ഓവർകം ചെയ്യാലോ എന്നായിരിക്കും. അതിന് റീസൺസ് ഞാൻ വരുന്ന ഭാഗങ്ങളിൽ പറയുന്നതായിരിക്കും. രണ്ടാമത്തെ റീസൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇത്രയും പാസഞ്ചേഴ്സ്, കാർഗോ, അവരുടെ ബാഗേജ്, ലഗേജ് എല്ലാം തന്നെ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഫ്യൂവലും ഉപയോഗിക്കാനുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്യൂവൽസ് എല്ലാം തന്നെ ഈ വിങ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പാസഞ്ചേഴ്സിനെ കൂടുതൽ ഉൾപ്പെടുത്താനും കാർഗോസിൻ്റെ അലൈൻമെൻറ്റിനും ഏറ്റവും ഉപകാരപ്രദമാവുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു കുടം അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ അതിൽ അര ഭാഗമായിട്ട് വെള്ളം എടുക്കുക. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായി തുളുമ്പും. ഈ ഒരു തുളുമ്പലിൻ്റെ ഫോഴ്സ് കുറക്കാനും ഈ വിങ്സിൽ നമ്മൾ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എല്ലാ ഫ്ലൈറ്റിൻ്റെയും ഈ വിങ്സ് ഒരു കുറച്ച് മുകൾ ഭാഗത്തായിരിക്കും. ഈ ഒരു മുകൾ ഭാഗത്താവുന്നതുകൊണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫ്യൂവൽസ് എല്ലാം കറക്റ്റ് ഓർഡർ ആവാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു തുളുമ്പൽ കുറക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു വിങ്സിൻ്റെ ആകൃതി ഇങ്ങനെയുള്ളത്. അടുത്ത മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസണാണ് സ്ട്രക്ചർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. അതായത് ഈ ഫ്ലൈറ്റിൻ്റെ ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ടും ടേക്ക് ഓഫ് ആവുന്ന സമയത്ത് ഈ ഭൂമിയുടെ സെൻട്രൽ ഭാഗത്തായിരിക്കും ഏറ്റവും വെയിറ്റ് കൂടുതൽ. സൈഡിലുള്ള ഫ്യൂവൽ പൊതുവെ വിങ്സിന് വെയിറ്റ് കുറവാണ്. അതുമാത്രമല്ല, ഈ ഫ്യൂവലെല്ലാം കാലിയായതിനു ശേഷം ഈ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ഈ രണ്ട് വിങ്സിലും ഗ്രാവിറ്റേഷൻ പുൾ കുറവായിരിക്കും. കാരണം അവിടെ മാസ് കുറവായതുകൊണ്ട് സെൻട്രലിൽ ഭയങ്കര പുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ചിറക് ഒരു തരത്തിലൊരു കർവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കർവ് ആവുന്ന ഒരു പരിധി വരെയൊക്കെ ഒരു കർവ് ഈ ചിറകുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ അതിലുപരി ഇതായി കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിൻ്റെ ചിറക് ഒടിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഒടിയാതെ ഈ മാസം അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്യൂവൽ ചിറകിൽ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഈ ഫ്ലൈറ്റ് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്നത് കാണാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമ്പോഴും ഈ ഒരു പ്രവണത ഉണ്ടാവും. അതായത് ഒരു ഫോഴ്സ്, ഭൂമി ഉപയോഗിക്കുന്ന ആ ഗ്രാവിറ്റിയിലുള്ള ഒരു ബാലൻസിങ്ങിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ കാർഗോ നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ താഴെയാണ് ഈ കാർഗോ, നമ്മുടെ ലഗേജൊക്കെ സൂക്ഷിക്കുന്നത്. അതിൻ്റെ അടിയിലായിട്ടുള്ള ഈ ഇലക്ട്രിക്കൽസ്, അതായത് ഈ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് എക്യുപ്മെൻറ്റ്സ്, AC, അതിനുള്ള ലൈറ്റ് എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഫ്യൂവൽ ടാങ്കും അതിന് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ വലിയ തന്നെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്ന് കുറച്ച് മാറ്റി ഒരു വിങ്സ് ഒരു സൈഡിലായിട്ട് ഈ ഫ്യൂവൽ ടാങ്ക് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം ഫ്ലൈറ്റിൻ്റെ മധ്യഭാഗത്ത് തന്നെ ആയിരിക്കും ഈ എല്ലാ ഫ്ലൈറ്റിൻ്റെയും ചിറക്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റിൻ്റെ ഒരു സന്തുലിതമായ ഒരു യാത്രക്കും ഒരു വൈബ്രേഷനോ ഒന്നും ഇല്ലാതെ സുഖകരമായ ഒരു യാത്രക്കും ഈ ഫ്ലൈറ്റ് ഏറ്റവും അനിവാര്യമാക്കിയിട്ട് എൻജിനീയേഴ്സ് മാറ്റിക്കഴിഞ്ഞു. ഇതുപോലുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് എൻജിനീയേഴ്സ് ഈ ഫ്ലൈറ്റിൻ്റെ ഫ്യൂവൽ ചിറകിൽ കൊടുക്കാനുള്ള കാരണം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻസിനും നോളജിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടോപ്പിക്കൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താഴത്ത് കമൻറ്റിൽ ലീവ് ചെയ്യാം. ഞാൻ സമയത്തിനനുസരിച്ചിട്ട് ഞാനത് എല്ലാവർക്കും തന്നെ മറുപടി തരാൻ ഞാൻ ശ്രമിക്കാം, വീഡിയോ ചെയ്യാനും ഞാൻ ശ്രമിക്കാം.
നന്ദി, നമസ്കാരം, ബൈ.